നമ്മുടെ കർത്താവിൻ്റെ മാമോദിസ പെരുന്നാൾ കഴിഞ്ഞ് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയെയും മരണത്തെയും ഉയർപ്പിനെയും സ്വർഗ്ഗാരോഹണത്തെയും എല്ലാം ഓർക്കുവാനുള്ള 50 നോയമ്പിന് വേണ്ടിയുള്ള ഒരുക്ക സമയമാണിത്. വരാൻ പോകുന്ന ബന്ധിക്കുസി പെരുന്നാൾ, അതിനു മുമ്പുള്ള സ്വർഗ്ഗാരോഹണ പെരുന്നാൾ, അതിനു മുമ്പുള്ള കർത്താവിൻ്റെ പുനരുത്ഥാന പെരുന്നാൾ, ഇവയെല്ലാം ലാഹയ്ക്കൊണ്ടുള്ളതായ നമ്മുടെ ഒരുക്ക ശുശ്രൂഷകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഓർമ്മിക്കുന്നു. കർത്താവിൻ്റെ ജീവിതത്തെ അനുഗമിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ തിരുവചനം വായിച്ച യേശുവിനെ പോലെ ആകുക, യേശു നമ്മൾ ജീവിക്കുവാൻ അവസരം നൽകുക. അങ്ങനെ യേശുവിനെ അനുഗമിക്കുക എന്ന കാര്യത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ അപക്വത കൊണ്ട് ചില വ്യതിയാനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവ് സ്നാനമേറ്റ ഉടനെ തൻ്റെ 40 ദിവസത്തെ നോയമ്പ് ആരംഭിച്ചു, 40 ദിവസത്തെ ഉപവാസം ആരംഭിച്ചു. ആ കർത്താവിനെ നമ്മൾ അനുഗമിക്കുകയാണെങ്കിൽ നമ്മുടെ 50 നോയമ്പ് അല്ലെങ്കിൽ 40 ദിവസത്തെ നോയമ്പ് ജനുവരി 7-ാം തീയതി തുടങ്ങേണ്ടതാണ്. തുടങ്ങിയോ? ഇല്ല. എന്താ അതിൻ്റെ കാരണം? കർത്താവിനെ തൻ്റെ 30 ദിവസം തിന്മയെ തള്ളി 30 വർഷങ്ങൾ തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുന്നവരെ തൈരും തേരും കൊണ്ട് ഉപജീവിച്ച് ദൈവപ്രസാദം നേടിക്കൊണ്ട് പരസ്യശുശ്രൂഷ ആരംഭിക്കുവാൻ, പിശാചിനെ പരീക്ഷിക്കപ്പെടുവാനുള്ള അവസരം സ്നാനമേറ്റ ഉടനെ കിട്ടി. നമുക്ക് സ്നാനമേറ്റതിന് ശേഷമുള്ള ആ പരീക്ഷയെ നമ്മൾ ജയിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. സ്നാനം കേൾക്കുവാൻ നമ്മൾ ഒരുക്കിയ മാതാപിതാക്കളും തലതൊട്ടവരും 40 ദിവസം ഉപവസിച്ചിട്ടാണോ നമ്മളെ മാമോദിസായ്ക്ക് ഒരുക്കിയത്? അല്ലെ മാമോദിസ കഴിഞ്ഞിട്ടെങ്കിലും 40 ദിവസം ഉപവസിച്ചിട്ടുണ്ടോ? ഇതൊക്കെ പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സഭയിൽ നാമധേയ ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചിട്ട് കർത്താവിനെ സാക്ഷിക്കാൻ ഒക്കാത്ത പരിതാപകരമായ അവസ്ഥ വരുന്നതിൻ്റെ കാരണം യേശുവിനെ ഈ കാര്യത്തിൽ നമ്മൾ വേണ്ട തരത്തിൽ അനുകരിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. തിന്മയെ തന്നെ നന്മയെ തീർക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും കൊണ്ട് ജീവിക്കുന്ന രഹസ്യമായ ധ്യാന ജീവിതം, പരസ്യമായ പിതാവിൻ്റെ പ്രസാദം ലഭിച്ച ശേഷം ഉടനെ തന്നെ 40 ദിവസത്തെ ഉപവാസത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കാതെ പോയ കാര്യം, ഈ വിടവുകളൊക്കെ നികത്താൻ വേണ്ടി പിതാക്കന്മാർ നമുക്ക് ചില ഇടവേളകൾ നൽകിയിരിക്കുകയാണ്. കർത്താവിൻ്റെ മാമോദിസ പെരുന്നാളിന് ശേഷം ഉടനെ കർത്താവ് ഉപവാസത്തിലേക്ക് പ്രവേശിച്ചു. ദൈവാത്മാവ് അങ്ങനെ നടത്തി. പക്ഷെ നമുക്ക് വരാൻ പോകുന്ന 50 നോയമ്പിന് മുമ്പ് അതിലെ 40 ദിവസത്തെ കർത്താവിൻ്റെ നോമ്പിനെ ആചരിക്കുന്ന ആദ്യത്തെ 40 ദിവസം ആ വലിയ പബ്ലിക് പരീക്ഷ ജയിക്കുന്നതിന് നമുക്ക് അവസരം നൽകാൻ വേണ്ടി കർത്താവ് സഭയിലൂടെ കൂടുതൽ അവസരങ്ങൾ നൽകിയിരിക്കുകയാണ്. 50 നോയമ്പിന് മുമ്പ് ഒരു 3 നോയമ്പ്, 3 നോയമ്പിനും 50 നോയമ്പിനിടയിൽ 18 ദിവസം, 3 നോയമ്പിന് മുമ്പും ഒരുങ്ങുവാനുള്ള സമയം, ഇങ്ങനെയൊക്കെ ഒത്തിരി സൗകര്യങ്ങൾ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ പബ്ലിക് പരീക്ഷയ്ക്ക് നമ്മളെല്ലാവരും ജയിപ്പിക്കണം എന്ന് വിചാരിച്ച് സ്റ്റഡി ലീവ് ഒത്തിരി നമുക്ക് തന്നിട്ടുണ്ട്. വലിയ പബ്ലിക് പരീക്ഷയ്ക്ക് മുമ്പ് വിദ്യാർത്ഥികൾക്ക് ഒരുങ്ങാൻ വേണ്ടി അവധികൾ കൊടുക്കുന്നത് പഠിച്ചതെല്ലാം ഓർക്കാനും അവയെല്ലാം പ്രയോഗിക്കാനുള്ള പ്രായോഗിക പരിജ്ഞാനം പ്രാപിക്കുവാനുമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ സഭയുടെ കലണ്ടർ അനുസരിച്ച് 3 നോയമ്പ് ഫെബ്രുവരി മാസം 6-ാം തീയതി ആരംഭിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഫെബ്രുവരി മാസം 9-ാം തീയതി 3 നോയമ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു 18 ദിവസം പിന്നെ ഒരുങ്ങാനുണ്ട്. അതിന് ശേഷം നമുക്ക് 50 നോമ്പിലേക്ക് പ്രവേശിച്ച് വരാൻ പോകുന്ന ഉയർപ്പ് പെരുന്നാളും സ്വർഗ്ഗാരോഹണ പെരുന്നാളൊക്കെ നമ്മുടേതാകുവാൻ ഇതാ പിതാക്കന്മാർ നമുക്ക് ഒരവസരങ്ങൾ നൽകിയിരിക്കുന്നു. ഈ വരുന്ന സമയം മുഴുവൻ നമുക്ക് പ്രയോജനപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവിൻ്റെ മാമോദിസ പെരുന്നാളിന് ശേഷമുള്ള ഞായറാഴ്ചകളും ദിവസങ്ങളും കർത്താവ് പരീക്ഷ ജയിച്ചതിന് ശേഷം ശിഷ്യന്മാരെ തന്നോട് ചേർത്ത് അവരോട് ഒരുമിച്ച് പരസ്യശുശ്രൂഷ ചെയ്ത രംഗങ്ങളാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതുപോലൊരു പരസ്യ ശുശ്രൂഷയുണ്ട്. ആ പരസ്യ ശുശ്രൂഷ വിജയിക്കണമെങ്കിൽ രഹസ്യമായ നമ്മുടെ വളർച്ച,
പരീക്ഷയെ ജയിക്കുന്ന ദൈവപ്രസാദം നേടുന്ന നമ്മുടെ ജീവിത ശൈലികൾ ഇവ രൂപാന്തരപ്പെടാനുണ്ടെന്നുള്ള കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം വച്ചിരിക്കുന്നത്. ഈ ലാഭത്തോടുകൂടെ സങ്കേത ഭവനത്തിലെ എല്ലാ ബുധനാഴ്ചയും നടന്നു വരുന്ന എക്യുമെനിക്കൽ ധ്യാനത്തിൻ്റെ വാർഷികം ഈ വരാൻ പോകുന്ന 29-ാം തീയതി മുതൽ ഫെബ്രുവരി 2 വരെ വെച്ചിരിക്കുന്നത് 3 നോയമ്പ് നോമ്പ് ഒരുങ്ങാൻ വേണ്ടിയാണ്. മക്കാമൂന്ന് കൺവെൻഷനിലെ സെന്റിനറി ആഘോഷം കൊണ്ട് ഇതിനോട് ചേർന്ന് വരുന്നതുകൊണ്ട് ഫെബ്രുവരി 3-ാം തീയതി ആരംഭിച്ച് 9-ാം തീയതി വരെ ഉള്ളതായ സെന്റിനറി ആഘോഷം ജയകരമാക്കുവാൻ മധ്യ തിരുവിതാംകൂറിലുള്ള എല്ലാ ഓർത്തഡോക്സ് പള്ളികളും ഒന്നിച്ചേർന്ന് ചെയ്യുന്നതായ ആ പരിപാടി വിജയിപ്പിക്കുവാൻ നമുക്കും ബാധ്യതയുണ്ട്. സങ്കേതഭവനവും അതിലെ പരിപാടികളും മധ്യ തിരുവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് 3 നോയമ്പിൻ്റെ വിജയകരമായ നടത്തിപ്പിന് 3 നോയമ്പിന് മുമ്പ് തന്നെ നമ്മൾ 5 ദിവസം ധ്യാനിക്കുന്നു. ഇതെല്ലാം അടുത്ത പെന്തിക്കോസ്ത് പെരുന്നാളിനെ ലാക്കാക്കുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ മുഖവരിയോടുകൂടെ ഇന്നത്തെ വിശുദ്ധ കുർബാന, നാളത്തെ ഞായറാഴ്ചത്തെ ആരാധന ഇവയെല്ലാം ഈ ലാക്കിലേക്ക് നമ്മളെ ആനയിക്കുവാൻ വായിച്ചു കേൾക്കുന്ന തിരുവചനം ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വിജയം തനിക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ കുറേ പേരെ കിട്ടിയെന്നുള്ളതാണ്. തൻ്റെ കൂട്ടുവേലക്കാരായിട്ട് കർത്താവിന് 12 അപ്പോസ്തലന്മാരെ കിട്ടി, 72 അറിയിപ്പുകാരെ കിട്ടി. ഓരോ ദിവസവും ആയിരക്കണക്കിന് പേര് വന്നുകൊണ്ടിരുന്നവരെല്ലാവരും താൻ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് യേശുവിൻ്റെ ഒരു പ്രത്യേകത. തൻ്റെ അടുത്ത് വന്ന ആരെയും താൻ തള്ളിക്കളഞ്ഞില്ല. തൻ്റെ അടുത്ത് വന്ന എല്ലാ തരം മനുഷ്യരെയും താൻ പ്രയോജനപ്പെടുത്തി. എന്നാൽ യേശുവിനെ എല്ലാവർക്കും പ്രയോജനപ്പെടുത്താൻ ഒത്തില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ്. കർത്താവ് സകലത്തിനെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. പക്ഷേ അത് അവർക്ക് പ്രയോജനകരമാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. സ്വർഗത്തിലെ പിതാവിനാണ് ഏറ്റവും അധികം ശത്രുക്കൾ ഉണ്ടായിട്ടുള്ളത്. സ്വർഗത്തിലെ സൽഗുണപൂർണനായ പിതാവ് തൻ്റെ സകല നന്മകളും തൻ്റെ സകല കഴിവുകളും ഉപയോഗിച്ച് ചെറിയുടർത്തിമറിക്കുന്ന ഗുരുവിനെ സൃഷ്ടിച്ച് തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി തൻ്റെ എല്ലാ കാര്യവും അവനെ കൊണ്ട് നടത്തിച്ചു കഴിഞ്ഞപ്പോൾ അവന് കിട്ടിയതിനൊന്നും നന്ദിയില്ലാതെ ഈ തന്നയാളിൻ്റെ കസേരയോടെ എന്നെ കിട്ടാഞ്ഞത് എന്നുള്ള പരിഭവത്തിൽ അഹങ്കാരിയായി തള്ളപ്പെട്ട് ദൈവത്തിൻ്റെ ശത്രുവായി പോയി കത്തിച്ച് കളയാൻ വിധിയുണ്ടായി. പക്ഷേ ഇതുവരെ കത്തിച്ചിട്ടില്ല. ആ ശത്രു കത്തിച്ച് കളയാൻ വിധിയുണ്ടെങ്കിൽ അവനെ കത്തുന്നതിന് മുമ്പ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ മഹാമനസ്കത. അതിൽ നമ്മൾ എന്തെങ്കിലും പാഠം പഠിച്ചിട്ടുണ്ടോ? ആ ചെറുതെടുത്ത് മറിക്കുന്ന കെരൂബ് അനേകം മാലാഖമാരെ പിഴപ്പിച്ച് അവരെ ശത്രുക്കളാക്കി. അങ്ങനെ വലിയൊരു സൈന്യം സ്വർഗത്തിലെ പിതാവിന് ശത്രുക്കളായിട്ടുണ്ട്. അവരെല്ലാം കത്തിക്കാനിട്ടിരിക്കുകയാണെങ്കിലും കത്തുന്നതിന് മുമ്പ് അവരെ കൊള്ളിക്കാവുന്നിടത്തെല്ലാം കൊള്ളിക്കുക, പ്രയോജനപ്പെടുത്താവുന്ന കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക. അവരെ ഈ ലോകം ഭരിക്കുന്ന കാര്യം അവനെ തന്നെ ഏൽപ്പിച്ചു. ഭരിക്കാൻ കൊതിയുള്ള പിശാചിനെയും സൈന്യത്തെയും നീ കൊതി തീരെ ഭരിച്ചു എന്ന് പറഞ്ഞ് ഭൂമി വിട്ടുകൊടുത്തിരിക്കണം. അതിനിടയിൽ നമ്മളെ സൃഷ്ടിച്ചിട്ട് ദൈവത്താൽ ഭരിക്കപ്പെടുവാൻ സ്വർഗസ്വനായ പിതാവ് എന്നുള്ള വാസനയിലേക്കുമെന്ന് പറഞ്ഞ് നമ്മളെയും പഠിപ്പിച്ചിരിക്കുക. ഇതിൻ്റെ മധ്യത്തിൽ നമ്മൾ സൽഗുണപൂർണനായ പിതാവിനെ പോലെ ആയോ? സൽഗുണപൂർണനായ ആ പിതാവിൻ്റെ സ്വഭാവങ്ങൾ ആർജിച്ചിട്ട് ആ സൽഗുണപൂർണനായ പിതാവിൻ്റെ സൽഗുണപൂർണനായ പുത്രൻ്റെ ജീവിത പങ്കാളിയാകുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി. അവൻ സൽഗുണപൂർണത പരിശീലന കളരി ഈ ഭൂമിയിൽ തന്നെ ദൈവം സ്ഥാപിച്ചിരിക്കുന്നു. ദുർഗുണങ്ങൾ ഉള്ളിടത്താണ് സൽഗുണങ്ങൾ പഠിക്കുവാൻ എളുപ്പം. ദുർഗുണങ്ങളുടെ കെടുതികൾ കണ്ടതിൻ്റെ ശേഷം സൽഗുണങ്ങളുടെ പ്രയോജനം മനസ്സിലാക്കി സൽഗുണപൂർണരാകുന്നതാണ് നല്ലത്. മാലാഖമാർക്ക് കിട്ടിയതായ സ്വർഗത്തിലെ അവസരങ്ങൾ അവർ പാഴാക്കിയതുകൊണ്ട് അവർക്കിനിയും സൽഗുണപൂർണരാകാനൊക്കാതെ കത്തിപ്പോകുന്ന ശിക്ഷാവധിക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നതിനിടയിൽ ദൈവം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന പണിയൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലെ പിതാവിന് അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ശത്രുക്കളുണ്ടായി. അവരോട് താൻ വെറുപ്പ് കാണിക്കുന്നില്ല, അവരെ താൻ പ്രയോജനപ്പെടുത്തുകയാണ്. സൽഗുണപൂർണതയുടെ ഒരു പ്രത്യേകതയാണ്
ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരെ ആരെയും വെറുക്കുകയില്ല. അവർ ശത്രുക്കളായാൽ പോലും അവർക്ക് എന്തെങ്കിലും ജോലി കൊടുക്കും, അവർക്കും ആഹാരം കൊടുക്കും, അവർക്ക് സ്ഥാനം കൊടുക്കും, അധികാരവും കൊടുക്കും. നിങ്ങൾ ചെയ്യാവുന്നപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറയും. നമുക്ക് ആ സ്വഭാവമുണ്ടോ? അവർ സ്വർഗത്തിലെ പിതാവിൻ്റെ സൽഗുണപൂർണ്ണനായ പുത്രൻ്റെ ജീവിത പങ്കാളിയാകണമെങ്കിൽ ഈ സ്വഭാവമൊക്കെ നമ്മൾ ആചരിച്ചാലേ കല്യാണം നടക്കുള്ളൂ, അല്ലെ പൊരുത്തക്കേട് വരും. നമ്മൾ ആ സ്വഭാവം ആർജിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് സ്വർഗത്തിലെ പിതാവ് തൻ്റെ ശത്രുവായി തീർന്ന ചെറുകുടത്ത് മറിക്കുന്ന ഗരൂപിനെ ഈ ഭൂമി ഭരിക്കാനും മാലാഖമാരെ പഴപ്പിക്കാനും സമ്മതിച്ചു. അവരെ കിട്ടുന്നേ കൊണ്ടുപോകും, നിങ്ങൾക്ക് ചെയ്യാവുന്നൊക്കെ നിങ്ങൾ ചെയ്യേ എന്ന് പറഞ്ഞ് അവർ വിട്ടുകൊടുക്കുകയാണ്. ആ സൽഗുണപൂർണനായ പിതാവ് ഈ പിശാചിനെ ഏദൻ തോട്ടത്തിൽ പാമ്പിലൂടെ കയറാൻ അവസരം നൽകി. ആദാമിനെ അവയെയും പഴപ്പിച്ച് അവരെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ആദിവാസിയായ ചെറുകുടത്ത് മറിക്കുന്ന ഗരൂപിന് ഏദൻ തോട്ടം നഷ്ടപ്പെട്ടതുപോലെ രണ്ടാമത്തെ വാസിയായിരുന്ന ആദാമിനെ അവയ്ക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് ആ നഷ്ടപ്പെട്ട ഏദൻ തോട്ടം വീണ്ടെടുക്കാൻ മരുഭൂമിയുടെ അനുഭവങ്ങൾ തന്ന് നമ്മളെ ദൈവരാജ്യം പണിയാനായിട്ട് വിളിച്ചിരിക്കുകയും ചെയ്യുന്നു. നമുക്കിത് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് സൽഗുണപൂർണരാകാൻ സാധിക്കുന്നുണ്ടോ? സൽഗുണപൂർണനായ പിതാവ് എത്ര മഹാമനസ്കതയോടെയായി ശത്രുക്കളോട് പെരുമാറുന്നത്. ഈ പിശാച് വല്ലപ്പോഴൊക്കെ പിതാവിനെ കാണാൻ ചെല്ലും. ഒരു ശത്രു നമ്മളെ കാണാൻ വന്നാൽ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കും? ശത്രു കയറി വരുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമോ? തിരിഞ്ഞു നോക്കുകയില്ല, മിണ്ടുകയില്ല, ഇറങ്ങിപ്പോക്കോളാൻ ചിലപ്പോൾ അങ്ങനെയും കാണിച്ചെന്നിരിക്കും. ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചു നോക്കിയാൽ സൽഗുണപൂർണനായ പിതാവിൻ്റെ സൽഗുണപൂർണത വെളിവാക്കുന്ന ഒരു രംഗം അവിടെ കാണാൻ സാധിക്കും. പിശാച് പിതാവാൻ ദൈവത്തമ്പുരാൻ്റെ സന്നിധി ചെന്നപ്പം എത്ര ലോഹികമായിട്ട് ഇടപെടുന്നു നോക്കി. എങ്ങനെയാണ് ഇടപെടുന്നത്? സന്തോഷമായിട്ട് സ്വീകരിച്ചു. എവിടുന്നാണ് വരുന്നത്? എവിടെയൊക്കെ പോയേച്ചാണ് വരുന്നത്? ഇതൊക്കെ അറിയാൻ പറ്റാഞ്ഞിട്ടാണോ? കുശലം ചോദിക്കാൻ വേണ്ടിയാ. അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനാണ് വർത്താനം പറയുന്നത്, വെറുപ്പില്ലെന്ന് കാണിക്കാനാ. മാന്യമായി സൽഗുണപൂർണനായി തൻ്റെ ശത്രുവായ പിശാച് തന്നെ കാണാൻ വന്നപ്പോൾ സ്വാഗതം ചെയ്തു. സജീവ, നീ എവിടെയൊക്കെ ആയിരുന്നു നിങ്ങളുടെ പരിപാടി? എൻ്റെ പ്രിയപ്പെട്ട അയ്യോവിനെ നീ കണ്ടോ? ഇത്ര സൗഹൃദമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. നമുക്ക് ഈ മനോഭാവമുണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിൽ വെറുപ്പില്ല, ശത്രുവിനോട് പോലും വെറുപ്പില്ല. അവനെ പോലും പ്രയോജനപ്പെടുത്തുക, അവനോട് കുശലം ചോദിക്കുക, വിശേഷങ്ങളെ ചോദിക്കുക. വിശേഷങ്ങളെ ഈ മനോഭാവം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എങ്കിലേ കല്യാണം നടക്കുകയുള്ളൂ. ഈ സ്വർഗത്തിൽ കല്യാണം കഴിഞ്ഞ് പലരും കാണാൻ വരുമ്പോൾ നമ്മൾ മുഖം കുത്തി ഉറപ്പിച്ചുകൊണ്ടിരുന്നേ ആർക്കാണ് ആനക്കേട്? ആനക്കേട് കർത്താവ് പിതാവിൽ തന്നെയാണ്. എൻ്റെ മരുമകളും എന്നെ പോലെയാണോ? എൻ്റെ മകൻ എന്നെ പോലെയാണ്. ഞങ്ങൾ സ്വർഗത്തിൽ സൽഗുണപൂർണതയുടെ വിളനിലങ്ങളാണ് ഞങ്ങൾ എന്ന് കാണിക്കാൻ കല്യാണം കഴിഞ്ഞ് ഈ മണവാട്ടിയായിരിക്കും എല്ലാ ചുമതല ഏൽപ്പിക്കാൻ പോകുന്നത്. സ്വർഗീയ രാജാവ് പുത്രനെ ഭരണം ഏൽപ്പിക്കും. പുത്രൻ രാജ്യത്തിന് നീ തന്നെ ഭരിച്ചോളാൻ പറഞ്ഞ രണ്ടുപേരും കൂടെ മാറിയെന്ന് ഭരിക്കുന്നത് കാണും. അന്നേരവും ദൈവത്തിൻ്റെ ശത്രുക്കൾ കയറി വന്നിരിക്കും. മാന്യമായി പെരുമാറാൻ പഠിച്ചാലേ കല്യാണത്തിന് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് പരാജയപ്പെട്ട വിഷയത്തിൽ വിജയിക്കാൻ വേണ്ടി കർത്താവ് പിന്നെയും അവസരങ്ങൾ നീട്ടി തരുന്നു. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്വതന്ത്രം പാടണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ പരാജയപ്പെട്ട വിഷയത്തിൽ ജയിക്കുവാൻ കർത്താവ് കൃപായകം നീട്ടി തരുന്നു. നമ്മൾ പരാജയപ്പെട്ട വിഷയങ്ങൾ വീണ്ടും ജയിക്കുവാൻ കർത്താവ് നമുക്ക് അവസരങ്ങൾ നീട്ടി തരുന്നുണ്ട്, കൃപായകം നീട്ടി തരുന്നത് നമുക്ക് നന്ദി പറയാം. അപ്പം നമ്മളെ വെറുപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ പരിപാടി. വെറുപ്പിച്ചാൽ പിതാവിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുത്തി നമ്മൾ വികൃതരും പ്രാകൃതരുമായി കിടന്നാൽ കല്യാണം നീണ്ടുപോവുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്യാമെന്നുള്ള ആ ബോധത്തിൽ പിശാചിനെ കൊണ്ട് തന്നെ കർത്താവ് നമ്മുടെ ബലഹീനതകളിൽ കയറാൻ സമ്മതിക്കുന്നു. അപ്പം നമ്മുടെ പണി പൂർത്തിയാകാത്ത ഇടങ്ങളിലൊക്കെയും പിശാചിനെ കയറ്റി അവൻ്റെ വൃത്തികേട് നമ്മളെ മനസ്സിലാക്കിക്കുന്നു. നമ്മൾ അവനെ ഉപേക്ഷിച്ചിട്ട് ആരാധനയിലൂടെ ദൈവത്തിൻ്റെ അതേ തേജസ്സും മഹത്വവും ആർജിച്ച് അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിത്യതയിൽ താമസിക്കാൻ അർഹരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് കത്തിക്കാണ്ടിരിക്കുന്ന പിശാചിനെ കത്തിക്കാതെ ഈ ഭൂമിയിലിട്ടിട്ട് നമ്മളെ അതിൻ്റെ ഇടയിലിട്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിലെ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ ഐക്യം
സ്വർഗം ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ഐക്യം നമ്മൾ അനുകരിക്കുന്നുണ്ടോ? നമ്മൾ വചനം അനുസരിക്കാമെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധരുമായ നമ്മുടെ ഇടയിൽ വന്ന് താമസിച്ച് നമ്മുടെ കൂടെ താമസിക്കുമെന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വചനം പറയുന്നത്. അങ്ങനെ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് സ്വർഗത്തിൽ ഇടയില്ലാഞ്ഞിട്ടാണോ ഈ ഇടുങ്ങിയ നമ്മുടെ ജീവിതത്തിൽ വന്ന് താമസിക്കുന്നത്? സ്നേഹത്തിന്റെ ആധിക്യം ഉണ്ടാകും. സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ, സൽഗുണപൂർണനായ ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ താമസിക്കാൻ, നമ്മുടെ ഉള്ളിൽ താമസിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഭൂമിയിലെ ചലിക്കുന്ന സ്വർഗമാകാനുള്ള സാധ്യതയാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മൾ എത്രത്തോളമായി ആ പദ്ധതി. അതുകൊണ്ട് കർത്താവിനെയും കൃപയെയും കൃപായുഗത്തെയും വിശുദ്ധന്മാരെയും പ്രവാചകന്മാരെയും അനുകരിച്ച് കർത്താവിൻ്റെ ഈ കൃപായുഗത്തെ ശരിക്കും പ്രയോജനപ്പെടുത്തുവാൻ ഈ വർഷത്തെ 50 നോയമ്പെങ്കിലും നമുക്ക് ജയിക്കാനുള്ള അവസരം ആയിട്ട് തീരണമെന്ന് പ്രാർത്ഥിക്കാം. വരാൻ പോകുന്ന 50 നോയമ്പിലെ പബ്ലിക് പരീക്ഷ പാസ്സാകാൻ, വരാൻ പോകുന്ന 3 നോയമ്പിൻ്റെ മോഡൽ പരീക്ഷയിൽ ജയിക്കുവാൻ, മോഡൽ പരീക്ഷയ്ക്ക് ജയിപ്പിക്കാൻ വേണ്ടി സ്പെഷ്യൽ ട്യൂഷൻ തരാൻ വേണ്ടിയാണ് പഞ്ചദിന ധ്യാനം ഇവിടെ വെച്ചിരിക്കുന്നത്. എത്രാം തീയതിയാണ്? 29 മുതൽ ഫെബ്രുവരി 2 വരെ. എന്തുമാത്രം സൗകര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. 50 നോയമ്പിൽ ജയിക്കണം, അതിന് മുമ്പുള്ള 18 ദിവസം ഇടവേള പ്രയോജനപ്പെടുത്താൻ, അതിനു മുമ്പുള്ള 3 നോയമ്പ് പ്രയോജനപ്പെടുവാൻ, 3 നോയമ്പിന് മുമ്പുള്ള ഈ പഞ്ചദിന ധ്യാനം പ്രയോജനപ്പെടുവാൻ ഇനിയുള്ളതായ സമയം നിങ്ങൾക്ക് അനുഗ്രഹകരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കർത്താവിൻ്റെ 30-ാം വയസ്സിലെ പരസ്യ ശുശ്രൂഷാ വേളയിൽ പിതാവ് പറഞ്ഞു കൊടുത്ത ഒരു വലിയ കാര്യം, ഞാൻ നിന്നെ സഹകരിക്കാൻ 12 പേരെ തരും. രാത്രി മുഴുവൻ അതായിരുന്നു ആലോചന. രാത്രി മുഴുവനും പിതാവും പുത്രനും കൂടെ ആലോചിച്ച് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനോടൊത്ത് ഈ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ആരെയൊക്കെയാണ് കൂട്ടിന് വിളിക്കേണ്ടത്? അപ്പോൾ ലോകപ്രകാരം വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത മുഖവന്മാരെ താൻ വിളിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം കുറവുള്ളവരെ വിളിക്കുക എന്നല്ല, അവരെ വല്ലതും പഠിപ്പിക്കുക എന്നുള്ളതാണ്. കല്യാണാലോചന നടക്കുമ്പോഴും അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ഭാര്യയെ തിരഞ്ഞെടുക്കുക നല്ലത്. ഭാര്യ തന്നെ ഭർത്താവിന് വേണമെങ്കിൽ അവളെ പഠിപ്പിക്കുക. തന്നോളം വിദ്യാഭ്യാസം, തന്നേക്കാൾ വിദ്യാഭ്യാസം ഉള്ള ആളാണെങ്കിൽ വല്ലതും പഠിപ്പിക്കാൻ ഒക്കുമോ? ഉടക്കായിരിക്കും. മനസ്സിലായി? SLC പാസ്സാകാത്ത ഒരു പെൺകുട്ടിയെ BSc ഫസ്റ്റ് റാങ്കുകാരൻ കല്യാണം ആലോചിക്കാൻ വന്ന് കണ്ടപ്പോൾ, അപ്പോൾ ഇതെന്തൊരു കളിയായത്? SLC പാസ്സാകായിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ BSc ഫസ്റ്റ് റാങ്കുകാരൻ കെട്ടിക്കോളാമെന്ന് പറഞ്ഞു. കാരണം ചോദിച്ചപ്പോൾ, എനിക്ക് അവളെ പഠിപ്പിക്കാമല്ലോ. ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോളൂല്ലോ. എൻ്റെ പെങ്ങളുടെ കാര്യം തന്നെയാണ്. എൻ്റെ പെങ്ങളെ കെട്ടാൻ വന്ന ആളിയൻ BSc ഫസ്റ്റ് റാങ്കുകാരൻ, PhD വരെ പഠിച്ച ആൾ SLC പാസ്സാകുന്നതിന് മുമ്പേ പിടിച്ചുകൊണ്ട് പോയി. അവർ സന്തോഷമായി ജീവിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസമുള്ള മക്കളും ജോലിയൊക്കെ ഉള്ളവരായി അവർ സന്തോഷമായി ഇപ്പോഴും കഴിയുന്നു. ഈ മനോഭാവമാണ്. വിദ്യാഭ്യാസം കുറഞ്ഞ ഒരാൾ എനിക്ക് മതി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതുപോലെ കർത്താവിൻ്റെ മനോഭാവം അതാണ്. മീൻപിടുത്തക്കാരായ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ എനിക്ക് കിട്ടിയാൽ ഞാൻ അവരെ പഠിപ്പിച്ച് അവരെ പ്രയോജനപ്പെടുത്താമെന്നുള്ള ചിന്താഗതിയിൽ കുറവുകളുള്ളവരെയാണ് കർത്താവ് എടുത്തത്. എന്തെങ്കിലും കുറവുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ആ കുറവുകളെ നമ്മൾ ഊതി വീർപ്പിച്ച് അവരെ വെറുക്കുകയാണോ? അതോ കുറവ് ഉണ്ടെങ്കിൽ ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി കർത്താവിനോടൊത്ത് അവരോട് ഇണങ്ങിച്ചേർന്ന് പ്രവർത്തിക്കണമെന്നാണോ നമ്മുടെ മനോഭാവം? കർത്താവിൻ്റെ മനോഭാവം 12 ശിഷ്യന്മാർക്ക് അവരുടേതായ ബലഹീനത ഉണ്ടായിരുന്നു. ആ ബലഹീനതയെ തന്നെയാണ് പിതാവെടുത്ത് പുത്രൻ്റെ കൊടുത്തത്. അവരെ പഠിപ്പിച്ച് അവരെ രൂപാന്തരപ്പെടുത്തി അവരെ തൻ്റെ കൂട്ടുവേലക്കാരാക്കി ജീവിത പങ്കാളികളാകാൻ വേണ്ടി കർത്താവ് 3.5 കൊല്ലം എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടു എന്നുള്ളത് സുവിശേഷം വായിക്കുമ്പോൾ നമുക്കറിയാം. 12 പേരെ തിരഞ്ഞെടുത്ത് കൂടെ പരിപാടി തുടങ്ങിയെങ്കിലും അവർ പൊഴിയാൻ തുടങ്ങി. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ 12 പേർക്ക് 12 കൊട്ടയിൽ കർത്താവ് മുറിക്കുന്ന അപ്പം വിതരണം ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷെങ്കിൽ ആ അത്ഭുതം കഴിഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ അടുത്ത് വരുന്നവരുടെ എണ്ണം കുറയാൻ തുടങ്ങി. വിളമ്പുന്നവരുടെ എണ്ണവും കുറഞ്ഞു. ഈ പ്രശ്നം എവിടെയും ഉണ്ടാകാം. 5000 പേര് കർത്താവിനെ രാജാവാക്കാൻ ആഗ്രഹിച്ചു. ശിഷ്യന്മാർക്ക് മന്ത്രിമാരാകാനുള്ള കൊതിയുണ്ടായി. അവരും കൂടെ കൂടി അതിൻ്റെ കൂടെ
പക്ഷെങ്കിൽ അത് സമയം ആകാഞ്ഞതുകൊണ്ട്, അതിനു മുമ്പ് നടക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നുകൊണ്ട് ആ പരിപാടി ചീറ്റിപ്പോയി. കർത്താവ് രാജാവാകാൻ നിന്നു കൊടുത്തുമില്ല. എല്ലാവരും വീട്ടിൽ പറഞ്ഞു വിട്ടു. ശിഷ്യന്മാരെ വെള്ളത്തിലേക്ക് പറഞ്ഞു വിട്ടു. കർത്താവ് മലയിലോട്ട് വന്നു പോയി. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒന്നിച്ചു കൂടേണ്ടവർ പിരിഞ്ഞു പോകാനും തകർന്നു പോകാനും സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു പരീക്ഷ ഈ ലോകത്തിലുണ്ട്. അത് ഈ പിശാച് ലോകത്തിലുള്ളതുകൊണ്ടാണ്. ആ പിശാചിനെ അങ്ങനെ കൂട്ടായ്മകളെ തകർക്കാൻ, കൂട്ടുകളെ തകർക്കുവാൻ, ബന്ധങ്ങളെ തകർക്കാൻ പിശാച് മഹാമെടുക്കാനാണ്. അങ്ങനെ പിശാചിന് കയറാൻ നീ കയറിക്കോ എന്ന് പറഞ്ഞ് കയറ്റിയതിന് ശേഷം പഴുതടച്ച് കർത്താവ് പണി ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വരാൻ പോകുന്ന പഞ്ചദിന ധ്യാനത്തിന് മുമ്പ് എവിടെയെല്ലാം പിശാച് പഴുതുകൾ ഉണ്ടാക്കിയിരിക്കുന്നതിന് പഴുതടയ്ക്കാൻ വേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവോട് സഹകരിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സന്തോഷ് കരിമാത്രം വന്ന് ധ്യാനം നടത്തിയപ്പോൾ നമ്മുടെ മതിലുകളിൽ, നമ്മുടെ ഭിത്തികളിൽ ഒത്തിരി വിടവുകളുണ്ടെന്നുള്ള കാര്യം പറഞ്ഞ് അതിനുവേണ്ടി ഒത്തിരി പണിതിട്ടാണ് പോയി. ആ വിടവ് എന്തുമാത്രം അടഞ്ഞു, ഇനി എന്തുമാത്രം പുതുതായിട്ട് വിടവ് ഉണ്ടായി എന്നൊക്കെയും പരിശോധിച്ചിട്ട് ആ വിടവ് അടയ്ക്കാൻ ഇനിയും വരുന്ന ആ പഞ്ചദിന ധ്യാനം ഉപകരിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനിയും ഇങ്ങനെ അവസരം ലഭിക്കുമെന്നൊക്കെ അറിഞ്ഞുകൂടാ. നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ ആവശ്യവും നമ്മുടെ സ്ഥിതിയും അറിഞ്ഞ് ദൈവം മുൻകൈ എടുത്ത് ഒരു ധ്യാന മന്ദിരത്തിലെ ധ്യാനഗുരുവിന് സന്ദേശം കൊടുത്ത് അവിടുത്തെ 8-9 പേരെ ഒരുക്കി ഇങ്ങോട്ട് വിടുക. വീണ് കിട്ടിയൊരു ഭാഗ്യം. നമ്മൾ വിളിച്ചു വരുത്തിയാൽ വരാൻ അവർ സൗകര്യമുള്ളവരല്ല. ലോകവ്യാപകമായ ശുശ്രൂഷയുള്ളവരാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതലുകൊണ്ട് 8-9 പേര് ഒരുങ്ങി തയ്യാറായി 29-ാം തീയതി 28-ാം തീയതി തന്നെ അവർ വന്നുതരും. 29-ാം തീയതി രാവിലെ തന്നെ പരിപാടി തുടങ്ങാനാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഈ വിഷയം നമ്മൾ വയ്ക്കണമെന്ന് പറയാനേ ഇത് പറഞ്ഞത്. അതുകൊണ്ട് കർത്താവിൻ്റെ 12 ശിഷ്യന്മാരെയും 12 ബലഹീനതയുള്ളവരാണെങ്കിൽ അവരെ ബലപ്പെടുത്തി ബലമുള്ള ജീവനുള്ള കല്ലുകളായി സഭയുടെ അടിത്തറയിൽ പണിയാൻ കൊള്ളാവുന്ന കല്ലുകളാക്കി കർത്താവ് അവരെ മെരുക്കിയെടുക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. പക്ഷെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു കഴിഞ്ഞപ്പോൾ തിന്മയ്ക്ക് പ്രവർത്തിക്കാൻ ദൈവം അവസരം നൽകി. ഈ 12 പേരിൽ പിശാചിന് എന്തുമാത്രം സാധ്യതകളുണ്ട്, പിശാചിന് ഒളിപ്പിടങ്ങൾ എത്രയുണ്ട്. പിശാചിൻ്റെ കയ്യിൽ ഇരുന്നവരായവരല്ല. പിശാചിനെ അവൻ്റെ അവകാശം തീർക്കാൻ വേണ്ടി അവരെ വിട്ടുകൊടുക്കുന്ന ആ ദൈവത്തിൻ്റെ മഹാമനസ്കത. അവിടെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തും? ആ ശിഷ്യന്മാരെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന അത്ഭുതം കണ്ടപ്പോൾ 12 പേർക്കും കർത്താവിനോടുള്ള ബഹുമാനം വർദ്ധിക്കുകയായിരുന്നു. കൊള്ളാം, മിടുക്കൻ, ഇയാൾ തന്നെ രാജാവായാൽ ഇനി ഭക്ഷ്യപ്രശ്നം ഉണ്ടാകുകയില്ല. രോഗികളെ തൊട്ട് സുഖപ്പെടുത്തുന്ന കണ്ടപ്പോൾ ഇയാൾ രാജാവായ പിന്നെ ആശുപത്രിയുടെ ആവശ്യമില്ല. എന്താ, അപ്പം മുറിച്ച് കൊടുത്തോളൂ. പിന്നെ തീ ഊതേണ്ട കാര്യമില്ല, അപ്പം ചുടേണ്ട കാര്യമില്ല, ഉള്ള അപ്പം മുറിച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയല്ലോ. ഇപ്പം തന്നെ ഇയാൾ രാജാവായിട്ട് വന്നാക്കാൻ പരമസുഖം, ഇയാൾ തന്നെ രാജാവാകണമെന്ന് തീരുമാനിച്ചു. പക്ഷെ കർത്താവ് സമ്മതിച്ചോ? സമ്മതിച്ചില്ല. അതിനുമുമ്പ് തിന്മയുടെ അവകാശങ്ങൾ തീരാനുണ്ടായിരുന്നതുകൊണ്ട് ഈ യേശുവിനെ രാജാവാക്കാൻ ആഗ്രഹിച്ച 5000 കുടുംബങ്ങളിലും തിന്മയ്ക്ക് അവകാശം ഉണ്ടായിരുന്നു. പിശാച് ഭരിക്കുന്നുണ്ടായിരുന്നവരെ. പിശാചിൻ്റെ ഭരണം തീർന്നിട്ട് ദൈവത്തിൻ്റെ ഭരണം തുടങ്ങാനൊക്കുള്ളൂ. ഇത്രയും നാളായിട്ട് നമ്മൾ സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ആവർത്തിക്കുന്നതിൻ്റെ കാര്യം എന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടോ? ദൈവരാജ് ഇതുവരെയും വന്നിട്ടില്ല ശരിക്ക്. അതുകൊണ്ടാണ് വരണേ എന്ന് പ്രാർത്ഥിപ്പിക്കുന്നത്. അതുകൊണ്ട് പിശാചിന് നമ്മൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനാ ഭരിക്കുന്നത്. എല്ലാ ദിവസവും ആത്മീയ മണ്ഡലത്തിൽ വോട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ചിന്തയും പ്രതികരണങ്ങളും വോട്ടുകളാണ്. അതൊന്നിൽ പിശാചിനല്ലേ ദൈവത്തിനുള്ള വോട്ടാണ്. സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് എൻജിൻ ഓൺ ചെയ്ത് കഴിയുമ്പോൾ യേശുവിന് എത്ര വോട്ട് കിട്ടിയെന്നും പിശാചിന് എത്ര കിട്ടിയെന്നും ഉടനെ അവിടെ സ്കോർ കാണിക്കും. എല്ലാ ദിവസവും സന്ധ്യ കഴിയുമ്പോൾ വോട്ടെണ്ണുന്നുണ്ട്. രാത്രിയിൽ പിശാച് നമ്മളെ ഭരിക്കുന്നതിൻ്റെ കാര്യം തന്നെ അവൻ നമ്മൾ വോട്ട് ചെയ്തുകൊണ്ടാണ്. മാന്യനായ കർത്താവ് മാറിക്കൊടുക്കും, നീ ഭരിച്ചോളാൻ പറയും. അപ്പോൾ 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ച ശേഷം അവർ ഈ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ വർത്തമാനങ്ങളെല്ലാം പിശാച് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു. അതെല്ലാം പിശാചിനുള്ള വോട്ടായിരുന്നു. അവര് സ്വയത്തെ കേന്ദ്രമാക്കി ജഡമോഹത്തിനും കൺമോഹത്തിനും ജീവനത്തിനും പ്രതാപത്തിനും 1-ാം സ്ഥാനം കൊടുത്തിട്ട്
ദൈവത്തിനോ ദൈവത്തിൻ്റെ പദ്ധതിക്കോ ഒന്നാം സ്ഥാനം കൊടുക്കാതെ അവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ രാജാവാക്കി ഭരിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചതിനകത്ത് പിശാചിൻ്റെ അവകാശം ഉണ്ടായിരുന്നു. അതെല്ലാം സ്വർഗ്ഗകോടതിയിൽ പോയി. അവിടെ മേലുള്ള പിശാചിൻ്റെ അവകാശം സ്ഥാപിച്ചു. ഇപ്പോൾ യേശു രാജാവാകാൻ പാടില്ല, അവരെ ഞങ്ങളുടെ തന്നെ ഇരിക്കണം എന്നവർ സ്ഥാപിച്ച് തെളിയിച്ചു കൊടുത്തു. അപ്പോഴാ വാദപ്രതിവാദങ്ങൾ കേട്ടുകൊണ്ട് കർത്താവ് സ്വർഗ്ഗകോടതിയിൽ വെളുപ്പിനെ 4 വരെ ഉറക്കളിച്ചിരുന്നിട്ട് എനിക്ക് അവരെ വേണം, അവരുടെ മേൽ എന്തെല്ലാം അവകാശമുണ്ടെങ്കിലും ഞാനത് തീർത്തോളാം, ഞാൻ അവർക്ക് വേണ്ടി മരിച്ചോളാം, ഞാൻ അവരെ ചൊവ്വാക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജാമ്യത്തിൽ അവരെ വീണ്ടും സ്വന്തമാക്കാൻ വേണ്ടി കർത്താവ് ഹെലികോപ്റ്ററെ വരുന്ന പോലെ കോടതിയിൽ നിന്ന് പറന്നു വന്ന് വെള്ളം കുടിച്ച് ആകാൻ തരുന്ന ശിഷ്യന്മാരെ പൊക്കിയെടുത്ത് പിറ്റേ ദിവസത്തെ ശുശ്രൂഷ വളരെ രസകരമായിരുന്നു. ഈ 12 ശിഷ്യന്മാരും യേശുവും നിരന്നങ്ങോട്ട് നിന്നു. ഈ 12 പേരും വന്ന ആയിരക്കണക്കിന് പേരെ ക്യൂ നിർത്തി അങ്ങോട്ട് യേശുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. കർത്താവ് വരുന്നവരെ വരെ തൊട്ട് അങ്ങ് വിട്ടു, എല്ലാവർക്കും സുഖവും കിട്ടി. പക്ഷേ എൻ്റെ ഇടയിൽ ഒരു രാത്രി മുഴുവൻ മെനക്കെട്ട സങ്കടങ്ങളും ദുഃഖങ്ങളും ഉറക്കളച്ച് യാതൊരു വേദനകളും അതിനകത്തുണ്ടോ? ഇത്രയും നേരം പറഞ്ഞതിന് ചുരുക്കം, പിതാവായ ദൈവത്തമ്പുരാൻ ബലഹീനരായ 12 പേരെ സഹായിക്കാൻ കൊടുത്തിട്ട് അവരുടെ ബലഹീന വശത്ത് പിശാച് കയറാൻ തുറന്നു കൊടുത്തു. നിങ്ങൾ കയറാമെങ്കിൽ കയറ്, ചെയ്യാവുന്ന പണി നിങ്ങൾ ചെയ്യേ, അതെല്ലാവർക്കും ബോധ്യമാകട്ടെ. അപ്പം നമ്മുടെ ബലഹീനതകൾ വെളിപ്പെടാൻ വേണ്ടി ദൈവം നമ്മളെ അവർക്ക് പിശാചിന് വിട്ടുകൊടുക്കും. സൂര്യൻ രാവിലെ ഉദിച്ചിട്ട് സന്ധ്യയ്ക്ക് അങ്ങ് പോകുന്നത് എന്തിനാണെന്നറിയാമോ? ഇരുട്ടിനും ചില പണികൾ നമ്മൾ ചെയ്യാനുണ്ട്, അതിനുവേണ്ടിയാണ്. എന്താ, എന്നും സൂര്യനാണെങ്കിലേ ഇരുട്ടത്ത് പ്രവർത്തിക്കുന്നവർ കുഴഞ്ഞു പോകും. നിങ്ങളും പ്രവർത്തിച്ചോ, നിങ്ങൾ ജീവിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ 12 മണിക്കൂർ ഇരുട്ടിനും 12 മണിക്കൂർ വെളിച്ചത്തിനും വീതിച്ചു കൊടുത്തു. സൂര്യൻ്റെ പണി കഴിഞ്ഞ് സൂര്യൻ പോകും. അപ്പം ഇരുട്ടത്ത് നടത്തുന്ന രാത്രിഞ്ചന്മാരുടെ പണി അവർ തുടങ്ങും. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ സൽഗുണപൂർണരോ ദുർഗുണപൂർണരോ ആകുന്നത്. ഈ ദിനചക്രത്തിൻ്റെയും വാരിക ചക്രങ്ങളുടെയും മാസിക ചക്രങ്ങളുടെയും വാർഷിക ചക്രങ്ങളുടെ ഇടയിൽ നമ്മൾ വിശുദ്ധരാകുന്നുണ്ടോ? ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ധ്യാനവും കുർബാനയും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് അശുദ്ധരാകാനും വിശുദ്ധരാകാനും സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിനോട് ചേരാനും കർത്താവിനോട് അകലാനും സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ അകലുകയാണോ അടുക്കുകയാണോ? ഏതായാലും കർത്താവിൻ്റെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ശേഷമുള്ള പ്രസംഗം പലർക്കും ഇഷ്ടപ്പെട്ടില്ല. അതിന് ശേഷം പലരും തന്നെ അനുഗമിക്കുന്ന പരിപാടി നിർത്തി. ഇവൻ്റെ കൂടെ കൂടണം തീമ ഭ്രാന്തനായത്. എന്താ, ഞാൻ ജീവൻ്റെ അപ്പ എന്നെ തിന്നുന്നില്ല, ജീവനില്ല എന്ന് ഇതെങ്ങനെ സാധിക്കുന്ന കാര്യം? ഒരു മനുഷ്യന് വലിച്ചു കയറി തിന്നാനൊക്കെ. അപ്പോൾ യേശു ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പ്രസംഗിച്ചത് പലർക്കും ഭോഷത്വമായിട്ടാണ് തോന്നി. ഇതെങ്ങനെയാ അപ്പം തിന്നേണ്ടതിൻ്റെ പേര് ഈ മനുഷ്യനെ വലിച്ചു കയറി തിന്നാനൊക്കെ? എന്നെ തിന്നാതെ നിങ്ങൾക്ക് ജീവൻ? ഇതെന്നാ പരിപാടിയാ? ഇത് ഭ്രാന്ത, സമതല തെറ്റിപ്പോയി. യേശുവിൻ്റെ ആ പ്രസംഗം, ജീവൻ്റെ അപ്പത്തേക്കുള്ള പ്രസംഗം പലർക്കും ഇഷ്ടപ്പെട്ടില്ല, പലർക്കും മനസ്സിലായില്ല. അവരിട്ടു പോയി, എന്നോട് ഒന്നും കൂടണം, ചുമ്മാ നമുക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് പോയെന്നാണ് പറയുന്നത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളെക്കുറിച്ചുണ്ടാകാം, യേശുവിനെക്കുറിച്ചുണ്ടാകാം, നമ്മളെക്കുറിച്ചുണ്ടാകാം. അതനുസരിച്ച് അകൽച്ചകളുണ്ടാകാം, വിടവുകളുണ്ടാകാം. നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിലെ വികലതകളാണ് ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത്. എന്തുമാത്രം ഗ്രൂപ്പായിപ്പോൾ ഈ സഭാമണ്ഡലത്തിലുള്ളത്! എന്തെല്ലാം സഭകൾ, ഏതെല്ലാം പരിപാടികൾ, എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ! ഇതിൻ്റെ എല്ലാം ഒത്തിരി വിടവുകൾ വരുന്നുണ്ട്. അവിടെയെല്ലാം പിശാചിന് അവസരവും സ്ഥാനവും കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ 12 പേരിൽ 5 പേര് കർത്താവിനോട് വരാതെയായത് വേറെ പണിക്ക് പോയെന്നാണ് പറയുന്നത്. 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചപ്പോൾ 4000 പേരേ ഉള്ളൂ ആഹാരം കഴിക്കാൻ, വിളമ്പാൻ 7 പേരേ ഉള്ളൂ. മിച്ചം വന്നത് കൊച്ചു പാത്രത്തിലാണ്. ആദ്യം വലിയ പാത്രത്തിൽ മിച്ചം എടുത്ത്, ഇവിടെ പിന്നെ വട്ടിയും കൊട്ടയായിട്ടുള്ള വ്യത്യാസം. കൊട്ടയാ വലുത്, വട്ടി ചെറുതാണ്. അപ്പോൾ ആദ്യം 12 കൊട്ട മിച്ചം വന്ന് 12 പേർക്ക് മിച്ചം ഉണ്ടായിരുന്നു, കിട്ടി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എണ്ണം 5000 എന്നുള്ള 4000 കുറഞ്ഞു. വിളമ്പുകാരുടെ എണ്ണം 12 നിന്ന് 7 കുറഞ്ഞു. മിച്ചം വന്നത് 7 വട്ടി.
ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവം തമ്പുരാനായി ഈ ഭൂമിയിൽ വന്ന് ജീവിക്കുന്നത് എന്നൊരു ഈ ദൈവം തമ്പുരാനെ മനസ്സിലായ മനുഷ്യർക്ക് അത്രയ്ക്ക് കൊഴുപ്പുള്ളതാണ് ഈ ലോകത്തിൻ്റെ അന്ധകാരം. ഈ ലോകം പിശാച് ഭരിക്കുന്നു. പിശാച് ഭരിക്കുന്ന ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ കൊഴുപ്പ് അത്രയധികം ഉള്ളതുകൊണ്ട് ദൈവം തമ്പുരാൻ തന്നെ ഭൂമിയിൽ വന്നാലും മനസ്സിലാകുകയില്ല. അതുകൊണ്ടാണ് സാക്ഷ്യത്തിൻ്റെ ആവശ്യം വന്നത്. രാത്രിയിൽ ഒന്നിച്ച് നടക്കുന്നവർ കാണാനൊക്കുകയില്ല. തൊട്ട് നോക്കിയാൽ അറിയാം, പക്ഷെ കാണാനൊക്കെ പോകും, എല്ലായിടും തൊടാനൊക്കെ പോകും. ടോർച്ച് അടിച്ച് നോക്കിയാൽ അത് ഓഫാകുന്നിടം വരെ കാണാം, പിന്നെ അങ്ങ് ഓഫായി, പിന്നെ അന്ധകാരം. ഇങ്ങനെ ഈ അന്ധകാര ലോകത്തിൽ കർത്താവ് വല്ലപ്പോഴും ടോർച്ച് അടിക്കുന്ന പോലെ മറ്റുള്ളവരെ ടോർച്ച് അടിച്ച് കാണിക്കും. ഓഫാകുമ്പോൾ പിന്നെയും അന്ധകാരം, പിന്നെയും വല്ലപ്പോഴും ഒക്കെ ഒന്ന് ടോർച്ച് അടിച്ച് കാണിക്കും. ചിലരെ തൊട്ട് നോക്കാനൊക്കെ, ചിലരെ കേൾക്കാൻ സാധിക്കും, പക്ഷെ ഇതെല്ലാം അപൂർണതകളുള്ളതാണ്. അതുകൊണ്ട് പിതാവായ ദൈവം കൊടുത്ത 12 ശിഷ്യന്മാർക്ക് യേശുവിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. യേശുവിനെ തെറ്റിദ്ധരിച്ചു. 5000 എന്നുള്ളത് 4000 കുറഞ്ഞു. അതിനെ കുറഞ്ഞു വന്നുകൊണ്ടായിരുന്നു. ഗെത്സമനത്തോട്ട് ചെന്നപ്പോൾ തൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ 3 പേരെ കൊണ്ടുപോയുള്ളൂ. 12 പേരെ കൊണ്ടുപോകാൻ ഒത്തില്ല. 3 പേരെക്കുറിച്ച് ശകലം പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അവരോട് കിടന്നുറങ്ങിയപ്പോൾ അതും തീർന്നു. പിതാവിനെ വിവരം അറിയിച്ചു, പിതാവ് എനിക്ക് മേല, ആരും ഇപ്പം എൻ്റെ കൂടെ ഇല്ല, നീ 12 എനിക്ക് തന്നതല്ല, രണ്ട് കിടന്നുറങ്ങുന്നു. എൻ്റെ ചങ്ക് പൊട്ടുക, രക്തം വിയർക്കുക, ഒന്ന് വീശിത്തരും, ഒന്ന് തിരുമ്മിത്തരും ഒന്ന് വിചാരിച്ചാൽ കൊണ്ടുവന്ന് അവരെല്ലാം കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു മാലാഹ മാത്രമേ പ്രയോജനപ്പെട്ടുള്ളൂ. ആ മാലാഹ വന്ന് ധൈര്യപ്പെടുത്തി കുരിശും വലിച്ചുകൊണ്ട് പോയി. ഇടയ്ക്കൊക്കെ വീണെങ്കിലും പരിപാടി മാറ്റിവെച്ചില്ല, നിവൃത്തിയായെന്ന് പറയും. ഇതാണ് ദൈവം ഈ ഭൂമിയിൽ വന്നാൽ ഈ ലോകത്തിൽ സംഭവിക്കുന്നത് കാണിച്ചു തന്നിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് സംഭവിക്കാം. അതിൻ്റെ മധ്യത്തിൽ വേല തയ്ക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ്. ഈ അനുഭവങ്ങളൊക്കെ ആവർത്തിക്കുന്നതാണ്. എല്ലാ തലമുറയിലും ഇതൊക്കെ ആവർത്തിക്കുന്നു. അപ്പോൾ ഇത് ഒത്തിരി വിടവുകളും ഒത്തിരി ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ വരുന്ന ഈ ആത്മീയമണ്ഡലം. ഒരിടേനും ഒരു തൊഴുത്തുമാകും ആകണമെന്ന് പ്രാർത്ഥിച്ച കർത്താവ് ഇത്രയും നാളായിട്ടും അത് സാധിക്കാതെ ദുഃഖിച്ചു മാറിയിരിക്കുന്നു. പല തൊഴുത്തുകളും പല ഇടയന്മാരുമായി എല്ലായിടങ്ങളിലും ഭിന്നതകളുടെ മധ്യത്തിൽ പിശാചിൻ്റെ വേല തുറന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കർത്താവും പ്രവർത്തിക്കുന്നു. ഇത്രയും നേരം പറഞ്ഞതിന് ചുരുക്കം, നമുക്ക് ഒരുമനപ്പെടാൻ ഒരാളും കൂടി എങ്കിലും ഉണ്ടെങ്കിലേ ഈ ഭൂമിയിൽ വേല ചെയ്യാനൊക്കെ ഉള്ളൂ. കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിൽ 3 പേരെയും കൊണ്ട് ഗെത്സമനാത്തോട്ടത്തിൽ പോയി അവരെല്ലാം കിടന്നുറങ്ങി. കർത്താവിന് മരുഭൂമിയിൽ 3 പേരെ കൊണ്ടുപോയി. അതിലൊരു യോഹന്നാന് മാത്രമേ കർത്താവ് പറഞ്ഞത് മനസ്സിലായുള്ളൂ. കർത്താവിനെ പ്രയോജനപ്പെട്ടത് ഈ 12-ൽ 1 മാത്രമേ ഉള്ളൂ. കുരിശിന് ചുറ്റും ഒരാളെ കണ്ടുള്ളൂ. ഈ അനുഭവങ്ങൾ എല്ലാ വീട്ടിലും, എല്ലാ സ്ഥാപനങ്ങളിലും, എല്ലാ പള്ളികളിലും, എല്ലാ ധ്യാനമന്ദിരങ്ങളിലും ആവർത്തിക്കുന്ന പ്രതിഭാസമാണ്. നമ്മൾ ഈ പ്രതിഭാസത്തിൻ്റെ ഇടയിൽ എവിടെ നിൽക്കും, എങ്ങനെ നിൽക്കുന്നു എന്ന് പരിശോധിക്കുക. ഇതിൻ്റെ എല്ലാം ഇടയിൽ കർത്താവിനെ അനുഗമിക്കാമെങ്കിൽ, അനുകരിക്കാമെങ്കിൽ നമുക്ക് നമ്മുടെ വേല തികച്ചിട്ട് സന്തോഷമായി പോകാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശ ഇതിനകത്തുണ്ട്. ഇന്ന് വായിച്ചതായ സഭാപ്രസംഗി 4-ാം അധ്യായത്തിൽ പറഞ്ഞൊരു കാര്യം കർത്താവിൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ കർത്താവ് പ്രയോജനപ്പെടുത്തിയൊരു കാര്യമാണ്. എന്തായിരുന്നു? മുപ്പണി ചരട് അറ്റുപോകുകയില്ല, പൊട്ടിപ്പോകുകയില്ല. 12-ാം വാക്യം, 4:12. മുപ്പണി ചരട് വേഗത്തിൽ പൊട്ടിപ്പോകുകയില്ല. ആ വചനപ്രകാരം പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ ഒരുമ, ആ ദൈവത്തോട് സഹകരിക്കാൻ പറ്റിയ മാലാഖമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് വേല കർത്താവ് തുടരുന്നു. ഈ ഭൂമിയിൽ കർത്താവ് തൻ്റെ മാതാവിനോടൊത്ത് ഒരുമനപ്പെട്ട എല്ലാ കാര്യവും പ്രാർത്ഥിച്ചാണ് താൻ 30 കൊല്ലം വളർന്നതെന്നുള്ളതായിരുന്നു നമുക്കറിയാം. അത് കഴിഞ്ഞപ്പോൾ 12 ശിഷ്യന്മാരിൽ ഒരാളെങ്കിലും തൻ്റെ കൂടെ ഇരുന്ന് തന്നെ ചങ്കിടി പറഞ്ഞ് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. ഗെത്സമനാത്തോട്ടത്തിൽ വെച്ച് ആരുമില്ലാതായപ്പോൾ പിതാവിനെ വിവരം അറിയിച്ചപ്പോൾ ഒരു മാലാഖയെ കൊടുത്തു. ഇപ്പോൾ സ്വർഗത്തിലെ പിതാവും മാലാഖായും കാനും കൂടെ കൂടി കുരിശ് വലിച്ചുകൊണ്ട് പോകാൻ സഹായിച്ചു. ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഈ യേശുവിൻ്റെ മാതൃകയിൽ ആരെല്ലാം അകന്നാലും തെറ്റിദ്ധരിച്ചാലും പിന്മാറിയാലും വിവരം ഉടനെ പിതാവിനെ അറിയിക്കാമെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഒരു മാലാഖ കാണും. ആ മാലാഖയോടൊത്ത് ഒരു കാര്യവും തള്ളിക്കളയാതെ, മാറ്റിവെക്കാതെ
വേല തികച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ മുപ്പണിച്ചരടിൻ്റെ സത്വം യേശു എങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്? യേശു എന്നും പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ രണ്ടുപേരും ആലോചിച്ചുകൊണ്ടാണ്. പിതാവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല എന്നൊരു വചനമുണ്ട്. എവിടെയാണ്? എത്രയാ? പിതാവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല. ആ ഒരു ഉറപ്പ് നമുക്ക് വേണം. പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഏതെങ്കിലും കാര്യത്തിന് പോകാവും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണേ എന്ന് പറഞ്ഞൊരു പരിഭവം നമുക്ക് ഉണ്ടാകുകയില്ല. പിതാവിൻ്റെ നിയോഗപ്രകാരം പോയാൽ ആ പിതാവ് തന്നെ നമുക്ക് കൂട്ടിനാളിനെയും തരും. അത് ദൈവമാണ് തരേണ്ടത്. കൂട്ടിനാൾ കിട്ടിയാൽ അവർ വന്നും പോയൊക്കെ ഇരിക്കും, അകന്നും അടുത്തുമൊക്കെ ഇരിക്കും. അതാണ് ശിഷ്യന്മാർ പഠിപ്പിക്കുന്ന കാര്യം. അപ്പോൾ പിതാവിൻ്റെ എല്ലാ കാര്യവും പിതാവിനോട് സഹകരിച്ചതിന് ശേഷം അമ്മയോട് ചർച്ച ചെയ്ത് അവർ 3 പേരൊത്തു. സ്വർഗത്തിലെ പിതാവും ഭൂമിയിലെ അമ്മയും താനും കൂടെ കൂടി ഇപ്പം 3 പേരായി. അങ്ങനെയാണ് 30 കൊല്ലം ജീവിച്ചത്. അങ്ങനെയാണ് പരശുരൂഷ കാലത്തൊക്കെ ജീവിച്ചത്. പിന്നെ വരികയും പോവുകയും ചെയ്യുന്നവരെ അവരിങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരുന്നു. അതുകൊണ്ടാണ് കർത്താവും മാതാവും പതറിപ്പോകാതെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് എല്ലാ ദിവസവും എല്ലാ പ്രശ്നങ്ങളും അവർ കൈകാര്യം ചെയ്ത് ഒരുമനപ്പെട്ട് വയ്ക്കേണ്ടോ എന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുമനപ്പെടാൻ കരുതിയിരിക്കുന്ന ദൃശ്യവും അദൃശ്യവുമായ വ്യക്തികളുണ്ട്. അദൃശ്യരായി മാലാഖമാരെ നമുക്ക് കിട്ടും, പ്രവാചകന്മാരെ കിട്ടും, പലരെ നമുക്ക് ദൈവം കരുതിയിരിക്കും. ഫോണിൽ കൂടിയും പ്രാർത്ഥനയിൽ കൂടിയും നമുക്ക് അവരുമായി ബന്ധപ്പെട്ട് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും സാധിക്കും. ഇന്നത്തെ ആളായിരിക്കില്ല നാളെ എവിടെയെങ്കിലും ഈ 2-3 പേരെ കർത്താവ് കരുതിയിരിക്കും. അവരെ എല്ലാം കൈകാര്യം ചെയ്തതിന് ശേഷം അവരോടൊപ്പമാണ് ജീവിക്കുന്നെങ്കിൽ മാത്രമേ വേല തയ്ക്കാനൊക്കെയുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കുടുംബ ജീവിതത്തിൽ ഈ മുപ്പണിച്ചരട് എവിടെ നിന്ന് കിട്ടും? ഭർത്താവ് അതിരാവിലെ എഴുന്നേറ്റ് സ്വർഗത്തിലെ പിതാവിൻ്റെ സന്നിധിയിൽ പോയിരുന്ന പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചതിന് ശേഷം മുപ്പണിച്ചരട് പോലെ ബലമായി ശക്തനായി ഭാര്യയുടെ അടുത്ത് ചെന്ന് ഭാര്യയോടൊത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവൾ ദൃശ്യമായ തുണയായി മാറും. ദൈവമാണ് ആ തുണ തരേണ്ടത്. അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ മുപ്പണിച്ചരടായിട്ട് ആദ്യം പ്രവർത്തിക്കേണ്ടത് ദൈവം തന്നെയാണ്. ഭാര്യയുടെ കൂടെയും ഭർത്താവിൻ്റെ കൂടെയും ആദ്യമായി നമ്മളോടൊത്ത് ഇണങ്ങിച്ചേരുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം തന്നെയാണ്. 2 ചരട് ഇരുപ്പിണിച്ചരടാകുന്നത് എങ്ങനെയാ? ഒറ്റ ചരട് തന്നെ നല്ലവണ്ണം പിരിച്ചതിന് ശേഷം 2 അറ്റം ചേർത്ത് പിടിച്ചാൽ ഉടനെ അതിന് 2 ചരട് ചേർന്ന ഒരു ചരടായിട്ട് മാറും. അപ്പോൾ ഒന്നായിരിക്കുന്ന സമയത്ത് അത് നല്ലവണ്ണം പിരിക്കാമെങ്കിൽ പിരിച്ചതിന് ശേഷം 2 അറ്റം ഒന്നും ചേർത്താൽ മതി, തന്നെ അത് ചരടായിട്ട് മാറുക. അതിനോട് ചേരുന്ന വേറെ ചരടും കൂടെ വന്നു കഴിയുമ്പോൾ അത് ഭയങ്കര ബലമാണെന്നാണ് പറയുന്നത്. പക്ഷെ ആദ്യം നമ്മളോട് ചേരേണ്ട ദൈവത്തിൻ്റെ ചരടാണ്. ദൈവത്തിൻ്റെ ചരട് നമ്മളും കൂടെ ചരടും കൂടെ ദൈവവും നമ്മളുമായി ഒന്നായതിന് ശേഷം ദൈവം നമ്മളെ പിരിച്ച് കർത്താവുമായിട്ട് ഇണക്കി ചേർന്ന് കഴിയുമ്പോൾ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു ചരടായിട്ട് മാറും. അത് കഴിഞ്ഞ് നമ്മളോട് കല്യാണം കഴിച്ചവരാണ് ജീവിത പങ്കാളിയായി വരുന്ന ആളിനെ ഇതിനോട് ചേർക്കാൻ പറ്റിയ വിധത്തിൽ ആ ആളിനെയും പിരിച്ചതിൻ്റെ കൂടെ ചേർക്കും. മുപ്പണിച്ചരടായി. അതുകൊണ്ട് ഭാര്യ ആദ്യം ദൈവത്തിൻ്റെ കൂടെ ഇരുന്നതിന് ശേഷം ഭർത്താവിനോട് ചേരണം. ഭർത്താവ് ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് പിരിഞ്ഞ് ചേർന്നതിന് ശേഷം ഇണങ്ങിച്ചേർന്നതിന് ശേഷം ജീവിത പങ്കാളിയോട് ചേരണം. ഇപ്പോൾ മുപ്പണിച്ചരടായി. ആർക്കത് പൊട്ടിക്കാനൊക്കെയില്ല. എന്നാൽ പിശാചിന് കള്ളം പറഞ്ഞും ബോഷ്ക്ക് പറഞ്ഞും തന്ത്രങ്ങൾ പ്രയോഗിച്ചും ഈ ചരടിനെ പൊട്ടിക്കാനോ മുറിക്കാനോ വലിച്ചൂരാനോ ഒക്കെ സാധിക്കും. അതിനവസരം കൊടുക്കരുത്. എന്നും ഈ കൂട്ടായ്മ നിലനിർത്തണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത്രയും നേരം പറഞ്ഞതിന് ചുരുക്കം, കുടുംബജീവിതമായാലും സന്യാസ ജീവിതമായാലും ഈ മുപ്പണിച്ചരടിൻ്റെ തത്വം രഹസ്യ പ്രാർത്ഥനയിലൂടെയും കൂട്ടായ്മയിലൂടെയും ആർജിച്ചെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിലേ നമ്മൾ തോറ്റ വിഷയത്തിൽ ജയിക്കാനൊക്കെ ഉള്ളൂ, ഈ സ്ഥാപനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് വേല ചെയ്യുന്നതിന് കർത്താവ് തന്ന ജീവിത പങ്കാളികളെയോ സഹപ്രവർത്തകരെയോ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, ആ പരീക്ഷയിൽ നമ്മൾ തോറ്റുപോയെങ്കിൽ ആ പരീക്ഷ ജയിക്കാനുള്ള തുറയ്ക്കായിട്ട് നമ്മൾ ഇന്നത്തെ വിശുദ്ധ കുർബാന ദൈവത്തിന് സമർപ്പിക്കുകയാണ്. നമ്മുടെ കോട്ടയുടെ വിള്ളലുകൾ, കുടുംബജീവിതത്തിലെ വിള്ളലുകൾ, സഭയിലെ വിള്ളലുകൾ, ഇവയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഗ്രൗട്ട് അടിച്ച് കയറ്റി
അവിടെ എല്ലാം അടച്ചിട്ട് അനേകരെ ജീവനുള്ള കല്ലുകളായി പണിതെടുത്ത് സഭയുടെ 21-ാം നൂറ്റാണ്ടിലെ നില പണിത് നമ്മളവിടുത്തെ താഴികക്കുടങ്ങളായി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഇപ്പോൾ പാപമോചന പ്രാർത്ഥന നടത്തുകയാണ്. ഇന്നത്തെ കുർബാന ദിനാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം 22 വാക്യങ്ങൾ 24 മുതൽ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം തിരുവചനങ്ങൾ 24 മുതൽ. തങ്ങളിൽ ആരെയാണ് വലിയവനായി എണ്ണേണ്ടതെന്നതിനെ കുറിച്ച് ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. അവൻ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങൾ വലിയവൻ ചെറിയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആയിരിക്കട്ടെ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിലിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിലിരിക്കുന്നവനല്ലയോ? ഞാൻ നിങ്ങളുടെ ശുശ്രൂഷിക്കുന്നവനെ പോലെയാകുന്നു. നിങ്ങളാകുന്നതിൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ച് തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ ഭക്ഷിച്ച് പാനം ചെയ്യുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യുന്നതാണ് ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാണ് സ്നേഹിക്കപ്പെട്ടവരെ, കർത്താവിനെ അനുഗമിക്കുവാനും അനുകരിക്കുവാനും യേശു നമ്മിലും നമ്മൾ യേശുവിലും വസിക്കുന്ന അനുഭവത്തിൽ തലയോട് ചേരുന്ന ഉടലാകുവാനുമുള്ള ആ കൃപായുഗത്തിലെ വലിയ വേലകൾക്കിടയിൽ നമ്മൾ ഇന്ന് ഇവിടെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് വന്നിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ പിതാവിൻ്റെ ആകർഷണമാണ് നമ്മളെ പുത്രൻ്റെ അടുത്ത് എത്തിക്കുന്നത്. പുത്രനാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് നമുക്ക് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരമാണ് നമ്മൾ സൽഗുണപൂർണ്ണരായിത്തീരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലവും നമ്മൾ നിറഞ്ഞു കവിയുമ്പോൾ നമ്മളെ കണ്ട യേശുവിനെ പോലെ തന്നെ ഇരിക്കും. നമ്മളെ പിതാവിനെ വെളിപ്പെടാനുള്ള വേദിയാണ് നമ്മൾ. അതുകൊണ്ട് പിതാവ് ആരെ ഈ ഭൂമിയിലേക്ക് അയച്ചോ ആ പുത്രനിലൂടെ അനേക പിതാവിനെ കണ്ടു എന്നാണ്. ആ പുത്രൻ നമ്മളെ അയച്ചിരിക്കുന്നു. നമ്മളിലൂടെ പുത്രനെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും കാണണം. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലാക്ക്. വരാൻ പോകുന്ന 29-ാം തീയതി ഇവിടെ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള നോട്ടീസ് ഇങ്ങനെയാണ് വരുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിന്റെ വെളിച്ചത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീനെന്ന് കൽപ്പിച്ചിട്ടാണ് കർത്താവ് പ്രചാരണം ചെയ്തു പോയത്. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ലോകമെങ്ങും പോയിട്ടുണ്ടോ? എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. യേശുവിന് വരാനൊക്കാത്തതിൻ്റെ കാര്യമില്ല. എല്ലാവരെയും അറിയിച്ചിട്ടേ കർത്താവിന് വരാനൊക്കെ ഉള്ളൂ. സുവിശേഷപരമായ നടപടിയിലേക്ക് നമ്മൾ ആനയിക്കപ്പെടുമെന്ന് മാമോദീസായിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. നമ്മൾ സുവിശേഷപരമായ നടപടിയിലേക്ക് ആനയിക്കപ്പെട്ടിട്ടുണ്ടോ? ജന്മസാഹിത്യം അടഞ്ഞിട്ടുണ്ടോ? ഇന്ന് ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയാൻ വളരെ സൗകര്യമുണ്ട്. എന്താ കാരണം? മാധ്യമങ്ങൾ അത് നമ്മളെ സഹായിക്കുന്നു. TV-യിലൂടെ, ഫോണിലൂടെ, പലതരം മാധ്യമങ്ങളിലൂടെ ലോകത്തിൻ്റെ എല്ലാ അറ്റത്തും സന്ദേശം എത്തിക്കാൻ ശാസ്ത്രം നമ്മളെ സഹായിച്ചിരിക്കുന്നു. നമ്മളത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? നമുക്ക് ദൈവം നമ്മൾ തന്നിരിക്കുന്ന മൊബൈൽ ഫോണും നമ്മുടെ കമ്പ്യൂട്ടറും നമ്മുടെ TV-യും എല്ലാം സുവിശേഷം അറിയാനും അറിയിക്കുവാനും പറയുവാനും നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്നു. നമ്മളത് 100% പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? ആ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ആ കർത്താവിനെ അനുസരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ പഞ്ചദിന ധ്യാനത്തിന് ഒന്നിച്ചു കൂടുന്നത്. നമ്മൾ ഈ പ്രാർത്ഥനയോടെ ഒന്നിച്ചുകൂടെ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ കൽപ്പിച്ച കർത്താവെ, അത് എന്നിലൂടെ നടക്കണമേ, ഞങ്ങളിലൂടെ നടക്കണമേ എന്ന് പ്രാർത്ഥിച്ച ദൈവം നമ്മളതിന് ഉപയോഗിക്കും. ഇങ്ങനെയാണ് ആ നോട്ടീസ് വന്നിരിക്കുന്നത്. കർത്താവിൽ പ്രിയരെ,
സങ്കേതഭവനത്തിൽ എല്ലാ ബുധനാഴ്ചകളും നടന്നു വരുന്ന എക്യൂമിനിക്കൽ ധ്യാനത്തിൻ്റെ വാർഷിക ധ്യാനം 2017 ജനുവരി 29 മുതൽ ഫെബ്രുവരി 2 വരെ 5 ദിനങ്ങൾ ദൈവവചന കൂടാരത്തിൽ ആയിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അട്ടപ്പാടി സിഹിയോൻ മിനിസ്ട്രീസ് അഭിഷേകാഗ്നി ആണെന്നുള്ള ഒരു സൂചന മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ സന്ദേശം കേട്ടിട്ട് ഒരുങ്ങി തയ്യാറായി വരുമ്പോൾ സുവിശേഷം അറിയിക്കുവാനുള്ള ഉപകരണങ്ങളായി ദൈവം എന്നെയും കൂടെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവരാജ്യത്തിന് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ക്രിസ്തുവിനെ സേവിച്ച് മനുഷ്യർക്ക് കൊള്ളാവുന്ന ഒരു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുമായി കർത്താവിൻ്റെ സാക്ഷികളായി ദൈവസാബല്യം അടയാൻ സാധിക്കുന്നുള്ളതായി ഓർപ്പിക്കുന്നു. അപ്പോൾ ഇനിയുള്ള ഇവിടുത്തെ നിത്യകുർബാനകൾ, യാമപ്രാർത്ഥനകൾ, ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഇതിനു വേണ്ടിയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പരിപാടികൾ കഴിഞ്ഞ് ഇന്ന് ശനിയാഴ്ച 3 മണി മുതൽ 5:30 വരെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ താല്പര്യമുള്ളവർക്ക് അതിന് ഒരവസരം ഉണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. വീടുകളിൽ പോയി പ്രാർത്ഥിക്കാം, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അടുത്ത തിങ്കളാഴ്ച രാവിലെ 7 തൊട്ട് 8:30 വരെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടുന്നുണ്ട്. അന്നത്തെ വിശുദ്ധ കുർബാന ജപമാല പ്രാർത്ഥനയിൽ കൂടിയാണ് നടത്തുന്ന കാര്യം ഓർപ്പിക്കുന്നത്. ജപമാല പ്രാർത്ഥന ഒരു കുർബാനയുടെ ഗുണമുള്ളതാണ്. ജപമാലയുള്ളവരൊക്കെയും കൊണ്ടുവന്ന് കർത്താവിന് ജീവചരിത്രം ഓർപ്പിക്കുകയും ചെയ്യുവാൻ സഹായിക്കുന്നതാണ് ഈ ജപമാല, അതിലെ മുത്തുകൾ. അങ്ങനെ നമുക്ക് അടുത്ത ഞായറാഴ്ച ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പുരോഹിതനെ കിട്ടുന്നില്ല. എന്നാൽ നമ്മൾ ഓരോരുത്തരും രാജകീയ പുരോഹിത വർഗമായി ജപമാല അർപ്പിച്ച് വിശുദ്ധ കുർബാനയായിട്ട് അത് സ്വർഗത്തിലെത്തണം. അത് കഴിവുള്ളവരൊക്കെ തന്നെ രാവിലെ 7 തൊട്ട് 8:30 വരിക. എനിക്ക് തുമ്പോൺ കത്തീഡ്രൽ പള്ളി പെരുന്നാൾ നടത്താനായിട്ടുള്ള കർത്താവിനെ നിയോഗിച്ച് അങ്ങോട്ട് വിടുകയാണ്. ആ പള്ളിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവനെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സങ്കേത ഭവനത്തിലേക്ക് അങ്ങനെ ഒരു ക്ഷണം വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് അവിടേക്ക് പോകുമ്പോൾ അവിടുത്തെ ശുശ്രൂഷ അനുഗ്രഹകരമാകാൻ നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ അനുഗ്രഹം ഇവിടെ വരുമെന്നുള്ള കാര്യം ഓർപ്പിക്കും. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ക്ഷണിക്കപ്പെടുന്ന ഇടങ്ങളിലൊക്കെ പോയി അനേകരെ ശിഷ്യരാക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ തുമ്പോൺ മദ്രാസിലെ പ്രധാനപ്പെട്ട കത്തീഡ്രലായിരിക്കുന്ന ആ ദേവാലയം, മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവിടെ അനുഗ്രഹം വിളമ്പാനുള്ള വലിയ അനുഗ്രഹകരമായ അവസരം നമുക്ക് ദൈവം തന്നിരിക്കുന്നു. അവിടെ ശുശ്രൂഷയ്ക്ക് പോകുന്നവരും ഇവിടെ ഇരിക്കുന്നവരും എല്ലാം ഒരേ ശുശ്രൂഷയുടെ പങ്കാളികളാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും വിളികൾ വരുന്നുണ്ട്. അവിടെയൊക്കെയും വേല ചെയ്യുവാനൊക്കെ വേണം. 2 ടീമായിട്ട് വർക്ക് ചെയ്യാൻ, ഒരു ടീം ഇവിടെയും ഒരു ടീം വിളിക്കപ്പെടുന്നിടത്തും പോകാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതിന് നമുക്കിതിന് ഈ ആത്മാവിൽ ഈ നമ്മളെ സഹായിക്കുന്ന ശുശ്രൂഷകരും പുരോഹിതരും നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിലും ശുശ്രൂഷ ചെയ്യാൻ വിളികളുണ്ട്. അപ്പോൾ 3 ടീം വേണം. ഒരു ടീം ഇവിടെ, ഒരു ടീം ഇന്ത്യക്കുള്ളിൽ, ഒരു ടീം ഇന്ത്യക്ക് വെളിയിൽ, ലോകം മുഴുവനും. എല്ലാ സൃഷ്ടികളോടും പ്രസംഗിക്കണമെങ്കിൽ 3 ടീം ഉണ്ടായിരിക്കണം. അത് പ്രാർത്ഥനാ വിഷയമാകട്ടെ. ഇതിലേത് ടീമിലാണ് ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നതെന്നുള്ള ദൈവം നിങ്ങളോട് പറയണം. അങ്ങനെ ദൈവവിളി ബോധത്തോടെ ഈ 3 ടീമിലും വർക്ക് ചെയ്യാൻ ആളിനെ ആവശ്യമുണ്ട്. വളരെ വേലക്കാർ ചുരുക്കമെന്നുള്ള ആ വ്യവസ്ഥയിൽ ഒന്ന് പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഈ സങ്കേത ഭവനത്തിൻ്റെ വാർഷിക ധ്യാനത്തിൻ്റെ നോട്ടീസ് ഇവിടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോവുക, അത് വായിക്കുക, അത് വേറൊരാൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുക, അത് വേറൊരാൾക്ക് കൊടുക്കാൻ പറയുക. അങ്ങനെ നമുക്ക് തൽക്കാലം ഇതിനു വേണ്ടി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കന്യാമറിയാമിൻ്റെ മാതൃകയിൽ സുവിശേഷത്തിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചു. വചനം മാംസം ധരിക്കുവാൻ തന്നെ ജീവിതം മാറ്റിവെച്ചു. സ്വർഗത്തിലെ പിതാവിൻ്റെ സ്വഭാവമെല്ലാം മാതാവിലൂടെ ഈ പുത്രൻ നമുക്ക് തന്നിരിക്കണം. സംശയരോഗിയായ യോസഫിനെ മാതാവ് വെറുക്കുന്നില്ല. മാതാവ് മഹാമനസ്കതയോടെയാണ്, സഹതാപത്തോടെയാണ് ആളിനെ വീക്ഷിച്ചത്. മേരി വാൾത്തോർത്തായുടെ പുസ്തകത്തിൽ അവിടെ വിശദീകരിക്കുന്ന ഒരു രംഗമുണ്ട്. മാതാവ് ഗർഭിണിയായതിനു ശേഷം ആ വിവരം ജോസഫ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജോസഫിന് മുഖം വാടുന്നു, താൻ അസ്വസ്ഥനാകുന്നു. പക്ഷെങ്കിൽ തൻ്റെ നീതിയുടെ അനുഭവം
ഇവളെ ഞാൻ പരിഹസിക്കുകയില്ല, കുറ്റപ്പെടുത്തുകയില്ല. അബദ്ധം പറ്റിയതായിരിക്കും, ഞാനായിട്ട് കുറ്റം പറയുന്നില്ല. എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ, തല്ലിക്കൊല്ലുന്നില്ല, കല്ലെറിയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ആ സഹതാപത്തിൻ്റെയും ദയയുടെയും നീതിയുടെയും എല്ലാം അനുഭവങ്ങൾ കാണിച്ചു കൊടുത്ത് ഈ യോസേപ്പ് വിഷമിക്കുന്നതായിട്ട് കണ്ടപ്പോൾ ദൈവാത്മാവ് മറിയാമിന് കൊടുത്ത ഒരു നിർദ്ദേശമാണ്. മറിയാം ഇത് പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഞാൻ നിന്റെ വചനം കേട്ടിട്ടാണ് ഗർഭിണിയായിരിക്കുന്നത്. അത് അങ്ങേർക്ക് മനസ്സിലാകുന്നില്ല, സംശയമാണ്. അത് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തണം. അതിന് സമയമായില്ലെങ്കിൽ സമയമാകുന്നത് ഞാനൊന്ന് മാറിക്കൊടുത്തേക്കാം. എന്നെ കാണുമ്പോഴല്ല ഞങ്ങൾക്ക് വിഷമം, ഞാനങ്ങ് മാറിക്കൊടുത്തേക്കാം. നല്ല കാര്യമാണ് അത് ദൂതൻ തന്നെ സൂചന കൊടുത്തിട്ടുണ്ടല്ലോ. എലിസബത്ത് ഗർഭിണിയാണെന്നുള്ള കാര്യം പരോക്ഷമായി ഇവരെ അറിയിച്ചപ്പോൾ അവിടെ തന്നെ അങ്ങ് പോയേക്കാം. എങ്ങനെയാണ് കർത്താവ് പോകേണ്ടത്? ഞാൻ ആരെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്? ഈ യോസേപ്പിനോട് തന്നെ പറ അവിടെ കൊണ്ടുവന്ന് വിടാൻ. അത് വേദപുസ്തകത്തിലില്ല, മേരി വാർത്താകളുടെ പുസ്തകത്തിലുണ്ട്. അതിനകത്ത് പറയുന്നത് ഈ മാതാവ് സൗമ്യമായി ഈ യോസപ്പച്ചനായിട്ട് പറഞ്ഞ, ചായോ എൻ്റെ ആ പ്രിയപ്പെട്ട എലിസബത്ത് അമ്മച്ചി ഒന്ന് കാണാൻ പോകട്ടെ. എന്തിനാ? ഇങ്ങേർക്കൊരു സ്വസ്ഥത കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു പരിപാടി ഉണ്ടാക്കി കൊടുത്ത മോളെ, വലിയ കാര്യം, ഞാൻ കൊണ്ടുവിട്ടേക്കാവുന്ന വേഗമെന്നുണ്ടെങ്കിൽ വിട്ടുവെന്നാ പറയുന്നത്. അപ്പോൾ അവിടെ വെറുപ്പ് വല്ലതും കാണിച്ചോ? എത്ര മഹാമനസ്കതയോടെ ആ കാര്യം കൈകാര്യം ചെയ്തത്. രണ്ടുപേർക്ക് സന്തോഷം. ഞാൻ എവിടെയെങ്കിലും ഇറക്കി വിടുന്നതിന് അവിടെ തന്നെ പോയി തന്നല്ലോ. അങ്ങനെ നമ്മളെ സംശയമുള്ളവർക്ക് നിന്ന് മാറി കൊടുത്തേക്കണം. അതവർക്ക് അവരെ സ്നേഹിക്കുന്ന അങ്ങനെയാണ്. സംശയമുള്ളവരും തെറ്റിദ്ധാരണയുള്ളവരുടെ അടുത്ത് നിന്ന് മാറി അകന്നു കൊടുത്തേക്കുക. ദൈവം വെളിപ്പെടുത്തിയിട്ട് പിന്നെ അടുത്താൽ മതിയെന്ന്. അല്ലെ അവരെന്തിനാണ് വിഷമിപ്പിക്കുന്നത്? അങ്ങനെ ആർക്ക് വേണേലും ഈ അസുഖം വരാം. തോമാസ്ലിയായിക്ക് വരാൻ, പിന്നെ യോസേപ്പിന് വരാം, നീതിമാനായ യോസേപ്പിന് പിന്നെ ആർക്കാ വരാൻ വരാത്തത്? ആർക്ക് വേണേലും അത് വരാവുന്നൊരു അസുഖമാണ്. അത് വന്നാൽ ഉടനെയായിട്ട് മാറുകയില്ല കേട്ടോ, ഇച്ചിരി സമയമെടുക്കും. ജലദോഷത്തിൻ്റെ പ്രത്യേകത തന്നെ അത് എപ്പോൾ വേണേലും ആർക്ക് വേണേലും വരാം. വന്നാൽ 2-3 ദിവസം കഴിയാതെ പോവുകയില്ല. അതുകൊണ്ട് അത് കണ്ടു നിന്നേക്കണം. അപ്പം ഇങ്ങനെ ആർക്കും വരാവുന്ന ഒരു അസുഖമാണ് ഈ സംശയരോഗം. അത് ഈ അന്ധകാര ലോകത്തിൽ ആരെ വേണമെങ്കിലും സംശയിപ്പിക്കാം, ആർക്ക് വേണമെങ്കിലും സംശയരോഗം വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. ആ പിശാച് ഭരിക്കുന്ന ലോകത്തിൽ ആ സാധ്യത തുറന്നു കിടക്കുകയാണ്. കർത്താവും തോമാസ്ലിയായി എങ്ങനെ സഹിച്ചു, എങ്ങനെ മറിയാം യോസേപ്പിനെ സഹിച്ചു, അതുപോലെ നമ്മൾ വെറുക്കാതെ അറയ്ക്കാതെ മഹാമനസ്കതയോടെ സഹതാപത്തോടെ അവരിന്ന് മാറിക്കൊടുക്കുകയോ അവരെ സ്നേഹിക്കുന്നതും തെളിയിക്കുകയോ ചെയ്യുന്ന മാതൃകയിൽ പോയാലേ ഇതിന് പരിഹാരം വരൂ എന്നുള്ള കാര്യം പഠിപ്പിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാതെ പോയ യൂദോസ്കറിയാത്ത കള്ളനായിട്ടും വഞ്ചകനായിട്ടും കർത്താവ് വെറുപ്പ് കാണിച്ചോ? കർത്താവ് തന്നെ കള്ളച്ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ വന്നപ്പോൾ സ്നേഹിത ഇങ്ങനെ വേണമായിരുന്നോ എന്നല്ലേ ചോദിച്ചുള്ളൂ. വഞ്ചകാന്ന് വിളിച്ചോ? കള്ളാന്ന് വിളിച്ചോ? ഒന്നും വിളിച്ചില്ല. വെറുപ്പില്ലാതെ ശത്രുവിനെ സ്നേഹിച്ച് കാണിച്ചു. ഈ ഗുണങ്ങളെല്ലാം ആർജിച്ചിട്ടേ കല്യാണം നടക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ വരാൻ പോകുന്ന പഞ്ചദിന ധ്യാനവും മധ്യസ്ഥ പ്രാർത്ഥനകളും നിത്യകുർബാനകളും എല്ലാം ഈ ഗുണങ്ങൾ ആർജിച്ചെടുക്കാൻ വേണ്ടി അത് പരിശുദ്ധാത്മാവ് തരേണ്ടതാണ്. അശുദ്ധാത്മാവിനെ ഇറക്കി വിട്ടിട്ടേ വിശുദ്ധാത്മാവിന് ഇതൊക്കെ തരാനൊക്കെ ഉള്ളൂ. അത് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിലെ ബാങ്കിൽ നിന്ന് ലോൺ തരികയാണ്. മാതാവിന് കിട്ടിയ ആ കൃപ നമുക്കും കിട്ടണം. കർത്താവ് കാണിച്ച ആ കൃപ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി മാതാവിൻ്റെ നാമത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഇപ്പോൾ ഈ ധൂപ്രാർത്ഥനയോട് തുടരുകയാണ്. ആ കൃപയെ ആർജിച്ചിട്ട് നമ്മൾ എവിടെ പരാജയപ്പെട്ടോ അവിടെ ജയിച്ചിട്ട് കർത്താവ് യേശുക്രിസ്തുവാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം പാടി തലയോട് ചേരേണ്ട ഉടലായി കർത്താവ് ഞാൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ഏത് അവയവമാണ്? എന്നോട് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാൻ നീ കരുതിയിരിക്കുന്ന ആരാണ്? 2-3 പേരില്ലാതെ ദൈവവേല ചെയ്യാനൊക്കെയില്ല. ആദ്യം പിതൃപുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ കണ്ടുപിടിക്കുക. ആ ദൈവം നമുക്ക് കാണപ്പെടുന്ന ഒരാളെയെങ്കിലും തരും. അത് 2 വളരെ നല്ലത്. അത് 1-2 പേരോട് ചേർന്ന് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അവർക്ക് മാത്രം തുറക്കാവുന്ന അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ ലോക്കർ സിസ്റ്റത്തിനകത്ത് 2-3 താക്കോലിട്ടാൽ മാത്രമേ തുറക്കാനുള്ളൂ. അതതിൻ്റെ സേഫ്റ്റി. ആ ബാങ്കിൻ്റെ മാനേജരും ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് ചെന്ന് 3 താക്കോലിട്ടാൽ തുറക്കുന്ന ലോക്കറുകളുണ്ട്. ഒരാൾ ഒറ്റയ്ക്ക് എന്നാൽ പറ്റുകയില്ല. ഇതുപോലെ സ്വർഗത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ 3 പേര് ഒരുമനപ്പെട്ട് എന്നാൽ മാത്രമേ തുറക്കാനുള്ളൂ. ഒരുമനപ്പെടാത്തതുകൊണ്ട് പലതും കെട്ടിക്കിടക്കുകയാണ്. ആ ഗതികേട് മാറും. സങ്കേത ഭവനത്തിൽ ഈ 29-ാം തീയതി നടക്കാൻ പോകുന്ന ആ പഞ്ചദിന ധ്യാനം വിജയിക്കണമെങ്കിൽ വരുന്നവർക്ക് കൊടുക്കാനുള്ള അനുഗ്രഹങ്ങൾ കർത്താവ് കൂട്ടി വെച്ചിരിക്കുക.
അത് ഒരുമനപ്പെടാൻ കഴിവുള്ള 3 പേർ ഒന്നിച്ച് ചെന്ന് തുറന്നെടുത്ത് വിതരണം ചെയ്യണം. അതിൻ്റെ പങ്കാളിത്തം നമുക്ക് കിട്ടും. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മുടക്കുകളോട് യാത്ര പറയാൻ വേണ്ടി മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥനകളിലൂടെയാണ് നമുക്ക് എഴുന്നേൽക്കാം. സ്വീകരണ